അപ്പം നമ്മൾ ഡിമാർട്ടിലും മലയാളി സ്റ്റോറിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചെടുക്കാമോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിമാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് കാണാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഷഡ്ഡി, വീട്ടിൽ ഇടാനുള്ള ഷഡ്ഡി. ഇതിന് വെറും 179 രൂപയുള്ളൂ ഗൈസ്. 179 രൂപ. അത് കാണുന്നുണ്ടോ? ഒന്ന്, ഇനി രണ്ട്. രണ്ടാമത്തെ ബോക്സറാട്ടോ. ഇത് ലിക്കർ കൊള്ളാല്ലേ, നല്ല പ്രിന്റ്. ഇത് എത്ര നാൾ ലാസ്റ്റ് എന്നുള്ള കാര്യം അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഇത് 149 രൂപ കണ്ടുള്ളൂ കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. അപ്പം ഞാൻ എന്തായാലും ഡിമാർട്ടിൽ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പം അന്നേരം ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് മേടിച്ചു. 3 ലിറ്റിൽ ഹാർട്ട്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാറ്റ് മേടിച്ചു കേട്ടോ. കൊള്ളാല്ലേ, നല്ല കളറ്. പിന്നെ ഒരു ചീസ് മേടിച്ചു. പിന്നെ മഖ്ന വാങ്ങിച്ചു. മഖ്നയ്ക്കൊക്കെ നല്ല റേറ്റ് ആണല്ലേ. ഇതിന് തന്നെ എത്ര, 500 രൂപയാണ് ഇതിന്. മഖ്നയ്ക്ക് നല്ല വാക്യൂം പാക്ഡ് ആണ്. ഇതെത്ര? ഓഫറിന് ഇത് 399 രൂപയ്ക്ക് കിട്ടിയ കേട്ടോ. പക്ഷെ വേറെ മഖ്ന ഉണ്ടായിരുന്നു, അതിനൊക്കെ 500 സംതിങ് തന്നെ, 500 ഒക്കെ തന്നെ ആയിരുന്നു. ഒരു ലേസ് മേടിച്ചു. വേഫർ മേടിച്ചു കേട്ടോ, സ്ട്രോബെറി. 2 തേങ്ങ മേടിച്ചു. 2 മേടിച്ചോളൂ. നമ്മള് ബാക്കി മലയാളി കടയിൽ പോകുമ്പോൾ മേടിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനും അവിടെ പോയപ്പോ ബ്രൗൺ ബ്രെഡ് ആണോ നമ്മൾ ഈ എടുത്തത്? ഓ, ബ്രൗൺ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രോപ്പിക്കാന മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെറ്റ് മേടിച്ചു കേട്ടോ, ഫോർക്കിന്റെ ഒരു സെറ്റ്. പിന്നെ 79 രൂപ കൊണ്ടേ ഉള്ളൂ ഫോർക്ക്. നെക്സ്റ്റ് പിന്നെയും വേഫർ. അത് കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കാനുള്ളൊരു സാധനം, ചെറിയ സാധനം. പാലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കാൻ ഇതിന് വേണ്ടി. പിന്നെ ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ട്, ദാവത്തിൻ്റെ ആയിട്ടാണ് മേടിച്ചത്. സൂചി മേടിച്ചു, മേടിച്ചിട്ടുണ്ട് സൂചി. പിന്നെ നമ്മുടെ സോയ മേടിച്ചു. ബട്ടർ ഉണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ. ബട്ടർ പുണുങ്ങിപ്പോയി ബട്ടർ. ലേസ് കാണിച്ചല്ലോ. അതെ, ലേസ് ഞാൻ കാണിച്ചു. ലേസ് ഞാൻ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ലേസ്. ചപ്പല് മേടിച്ചു കേട്ടോ. ഒരു എൻ്റെ ഇപ്പം ഇരിക്കുന്ന ആകെ കൊളായിട്ടിരിപ്പുണ്ട്. എൻ്റെ ഇപ്പം ഇരിക്കുന്നത് ബാറ്റയുടെ കണ്ട. ഇതിപ്പോൾ ഞാൻ ഡിമാർട്ടിൽ ഇത് കണ്ടപ്പോൾ ഇത് മേടിച്ചു. നല്ല രസമുണ്ട് കാണാനായിട്ടും കൊള്ളാം, നല്ലതാണ്. നല്ല ക്വാളിറ്റി ആയിട്ടും തോന്നുന്നു കേട്ടോ. പണ്ട് നമ്മൾ ഗുജറാത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനത്തെ മോഡൽ മേടിക്കുമായിരുന്നേ. നല്ലതായിരുന്നു അത്, നല്ല ഭംഗിയായിരുന്നു. അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഇതും കാണാനായിട്ട് കൊള്ളാം. ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പ്രിന്റ് കേട്ടോ, നല്ല സുഖമാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാകുന്നതിനാ അറിയോ, നമ്മുടെ സോഫയിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സോഫയിൽ നമ്മൾ കവർ മേടിച്ചിട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് കവറെങ്കിലും നമുക്ക് വേണം. കാരണം തണുപ്പിട്ട് ഇവിടെ എച്ചിലൊക്കെ ആക്കാറുണ്ട്. അപ്പം 2 ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറി ഇടുന്നത്. നമ്മൾ ബെഡ്ഷീറ്റ് ആകുമ്പോൾ പിന്നെയും കഴുകി ഉപയോഗിക്കാം. വേറെ ഉണ്ട് അവിടെ, അതിലിടാനായിട്ട് വേറെ നമ്മുടെ ഒരു എക്സ്ട്രാ ബെഡ്ഷീറ്റ് ഉണ്ട്. ഇത് നല്ല ബ്രാൻഡായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇടുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ലഞ്ച് ബോക്സ് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശ്രീക്ക് ഇതിലാണ് കൊടുത്തു വിടാറുള്ളത്, ഇതിൻ്റെ വലുതിലാണ് കൊടുത്തത്. പക്ഷെ അതിലൊരു പണി വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഇത്തിരി പൊട്ടിയിരിപ്പുണ്ട്. അപ്പം ഇവിടുന്ന് ലീക്ക് ആവുന്നുണ്ട് വലുതിൽ. അപ്പം ഞാൻ ഇതവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതിലൊക്കെ ലഞ്ച് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ലഞ്ച് ബോക്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നമ്മുടെ കേരള സ്റ്റോറിൽ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ അച്ചപ്പം
അച്ചപ്പം മേടിച്ചിട്ടുണ്ട്. അച്ചപ്പത്തിന് 60 രൂപന് 55 രൂപയും കൊണ്ടോ മേടിച്ചത്. 2 കടച്ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണത്തിനും കൂടെ 129 രൂപ കേട്ടോ. കപ്പ ദേ 2 എണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഈ സൈസിൽ, 49 രൂപയും കണ്ടോ. ഉജാല മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ചെറിയുള്ളി മേടിച്ചിട്ടുണ്ട്. ഇത്ര മേടിച്ചിട്ടുണ്ട്. ഇത്ര ചെറുപഴം മേടിച്ചു, 4 മേടിച്ചിട്ടുള്ളൂ. ഒരുപാടൊന്നും മേടിച്ചില്ല, കാരണം ഇവിടെ നമ്മുടെ റോബസ്റ്റ പഴവടി ഇരിപ്പുണ്ട്, അതുകൊണ്ട് വെറുതെ മേടിച്ചില്ല. അതിന് 30 രൂപ കണ്ടായിരുന്നു. പക്കാവട മേടിച്ച് 50 രൂപയാണ്, നമ്മുടെ 45 രൂപ മേടിച്ചു. പപ്പടം മേടിച്ചായിരുന്നു കേട്ടോ. പോത്ത് മേടിച്ചിട്ടുണ്ട്. 1 കിലോ പോത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, 320 രൂപ കണ്ടു. എക്സോ ഇത് ഫ്രീ കിട്ടിയതാ. ഇത് ഏതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാ? ഉജാലയിലൂടെ ഫ്രീ കിട്ടിയതാ. ഫ്രീ. ഒരു മീറ്റ് മസാല മേടിച്ചു. ഇഡലി മേടിച്ചു. ഇഡലി അരിക്ക് 72 രൂപയുണ്ട്. 1 കിലോ കൂടുതലുണ്ട് അല്ലേ? സോറി, 1 കിലോ കൂടുതലുണ്ട്, 72 രൂപ കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ചെയ്യുന്ന നമ്മുടെ ശ്രീ ഉറക്കമാണ്. കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവര് ഇവിടെ ഡേ കെയറിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കൊടുത്തു വിട്ട മറ്റേ റവയല്ല, റവ ചീല കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വയറ് ഫുള്ളായിരിപ്പുണ്ട്. അപ്പൊ ഇനി എനിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കുമായി വേറൊരു ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ.